എൻ്റെ ഞാൻ സ്വപ്നം കണ്ടിട്ടുള്ള ഒരു യാഥാർത്ഥ്യമായതൊരു വലിയ ആത്മവിശ്വാസം, ഒരു വലിയ ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. ഇപ്പം അതിൻ്റെയൊക്കെ ഓസിയിൽ അവകാശിയാകാൻ വേണ്ടി നടക്കില്ലേ ഈ വിദ്വാൻ? അത് നാട്ടിലെ ജനങ്ങൾക്കറിയില്ലേ? ഇതാരത് കൊണ്ടുവന്നത്? ഇവിടുന്ന് തുടങ്ങി വെച്ചത്. ഇതിനാവശ്യമായി സ്ഥലം വിട്ടുകൊടുത്ത് അതിനാവശ്യമായിട്ടുള്ള യോഗം വിളിച്ചത് ആരാണ്? എല്ലാവർക്കും നാട്ടിലെ ജനങ്ങൾക്ക് അറിഞ്ഞില്ല. ഇവിടുത്തെ കച്ചവടക്കാരോട് ചോദിക്കുന്നത്, ഇവിടുത്തെ ആ സ്ഥലം വിട്ടു തന്ന ആളുകളോട് ചോദിക്കും, ആര് പറഞ്ഞിട്ടാണ് വിട്ടു തന്നത്? ഞാനാണല്ലോ അവരുടെ നേരിട്ട് അവരെ വീടുകളിൽ പോയിട്ടാണ് സംസാരിച്ചത്. ചെറുപ്പുഴ ഇതൊക്കെ പറയാൻ നിൽക്കുകയാണെങ്കിൽ സമയം കുറവ് വേണ്ടിയാണ്. ഇപ്പം ഇവിടുത്തെ വലിയ നേതാവായിട്ട് നിൽക്കുന്ന വിദ്വാൻ ഉണ്ടല്ലോ, ആ വിദ്വാൻ എൻ്റെ വീട്ടിൽ വന്ന് കരഞ്ഞ് കാല് പിടിച്ചിട്ട് എനിക്ക് സെക്രട്ടറി ആവണം, ഒരു ടീം സെക്രട്ടറി ആയിട്ട് പിന്നെ ഞാൻ നാടിന്ന് വിട്ടാലും വേണ്ടില്ല, അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ ഞാൻ ആത്മഹത്യക്കെന്ന് പറഞ്ഞ വിദ്വാൻ. നിങ്ങൾക്കറിയോ അത്? ഇയാൾ ഉമ്മർഖാനെ കൂട്ടിയിട്ടാണ് എൻ്റെ വീട്ടിൽ വന്നത്. ഉമ്മർഖാനെ കൂട്ടിയിട്ടാണ് വന്നത്. ഉമ്മർഖാനോടുള്ള ബഹുമാനം വെച്ചിട്ട് അന്ന് ഞാൻ പറഞ്ഞത് ശരി അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ സെക്രട്ടറി ആയത്. നിങ്ങൾക്കറിയോ? അല്ലെങ്കിൽ വേറൊരാളാണ് ആവേണ്ടിയിരുന്നത്. ആളുടെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം അയാളിപ്പോൾ ഇതിനകത്ത് നിന്ന് പഠിച്ചു പോട്ടെ.